ഇയാളെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യൂല, ചോദിക്കൂല. ഇനി ഏതാണ് ഇമാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമാം റാസി റഹിമഹുല്ല ഈ വിഷയം ഒന്നുകൂടി പിന്നെ പഠിപ്പിച്ചത് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന എന്ന സൂറത്ത് അൻഫാലിലെ പിന്നെ 62-ാമത്തെ ആയത്ത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഒന്ന് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് പ്രവാചകരെ നിങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകിയിരിക്കുന്നു. വബിൽ മുഅ്മിനീന, മുഅ്മിനുകളെ കൊണ്ടും ശക്തി നൽകിയിരിക്കുന്നു. സൂറത്ത് അൻഫാലിലെ ആയത്താണ്. ഇവിടെ അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തി കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല. ലാക്കിന്നഹു അലാ ഖിസ്മൈനി, അത് രണ്ട് തരത്തിലുണ്ട്. അഹദുഹുമ മാ യഹ്സുലു മിൻ ഗൈരി വാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ, സാധാരണ നിലക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ മുഖേനയല്ലാതെ. ഇപ്പോൾ ഈ പിന്നെ മിൻ സാധാരണ നിലക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ എന്നല്ല അവിടെ പറഞ്ഞത്, സാധാരണ നിലക്ക് അറിയപ്പെടുന്ന കാരണങ്ങൾ അല്ലാതെ. അതിന് ഇൻഷാല്ലാ ഞാൻ ഈ ഭാഗത്ത് ശരിക്കും കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഇയാൾ വല്ലാത്ത പെടലാണ് പെടുന്നത്. വാസിത്ത അസ്വാബിൻ മഅലൂമ മുഅ്താദ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കാര്യകാരണ ബന്ധവും അതീതവും അധീനവും. മനസ്സിലായോ? കാര്യകാരണ ബന്ധം അധീനം അതീതം എന്ന ഒരു ചർച്ച തന്നെ അവിടെ ഇല്ല. അവിടെ എന്താണുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നത് ഏതാണ് ആയത്ത്? സൂറത്തുൽ അൻഫാൽ. വഇൻ യുരീദു അൻ യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. ഈ ആയത്തിന്റെ വിശദീകരണമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞു. ഇയാൾ വായിച്ചത് നമ്മൾ വായിച്ചത് ശരിക്കും അർത്ഥം പറഞ്ഞു നോക്കണേ. നോക്കുക. ഖുൽന അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ് ഹുവല്ലദീ അയ്യദക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തിപ്പെടുത്തി. എങ്ങനെ? ബിനസ്രിഹി, അള്ളാഹുവിന്റെ സഹായം കൊണ്ടും വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ടും. എന്നിട്ട് പറയാണ് ഈ തഈദ് ലൈസ ഇല്ലാ മിനല്ലാഹ്, തഈദ് അല്ലാഹുവിൽ നിന്നാണ്. മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തിയപ്പോഴും അള്ളാഹുവിന്റെ നസ്ർ കൊണ്ട് ശക്തിപ്പെടുത്തിയപ്പോഴും തഈദ് ആരാണ്? അള്ളാഹുവാണ് തഈദ് നടത്തിയത്. എന്നിട്ട് പറയാണ് ലാകിന്നഹു അലാ ഖിസ്മൈനി, രണ്ട് രൂപത്തിലാണ് ആ തഈദ് നടത്തിയത്. ഒന്ന് മാ യഹ്സുലു, നോക്കണം, മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ, സാധാരണമായതും അറിയപ്പെട്ടതുമായ കാരണങ്ങൾ വാസിത കൂടാതെ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നല്ല, സാധാരണ കാരണവും അറിയപ്പെട്ട കാരണവും അല്ല. കാര്യകാരണമൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ കാരണവും അറിയപ്പെട്ട കാരണവും അല്ല. ഇതല്ലേ അവിടെ അർത്ഥമുള്ളത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? നിങ്ങളെ വക ചേർത്തതല്ലേ? എന്തോന്ന് വായിച്ചിട്ട് എന്തോന്ന് അർത്ഥം പറയല അല്ല, വളരെ വ്യക്തമല്ലേ ഇത്. മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ. ലഫ്ളം ബിലഫ്ള് നോക്കി. മാ ഒരു കാര്യം, യഹ്സുലു അത് കരസ്ഥമാകും, മിൻ ഗൈരി വാസിതത്തിൻ ഒരു വാസിത കൂടാതെ. എന്തിന്റെ വാസിത? അസ്ബാബിൻ കാരണങ്ങൾ, മഅലൂമത്തിൻ അറിയപ്പെട്ടതും, മുഅ്താദത്തിൻ സാധാരണമായതുമായ. അപ്പൊ സാധാരണവും അറിയപ്പെട്ടതുമായ കാരണങ്ങൾ ഇല്ലാത്ത സഹായം. പിന്നെ വസാനി രണ്ടാമത്തത് മാ യഹ്സുലു ബി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ, അറിയപ്പെട്ടതായ സാധാരണമായ കാരണങ്ങൾ മുഖേനയുള്ള സഹായം. ഇതിലെവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം? ബാക്കി പറയും ഇല്ല എന്നുള്ള പ്രശ്നമല്ല. ഇനി വസാനി മാ യഹ്സുലു ബിവാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ, സാധാരണ അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന കിട്ടുന്നത്. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം എന്ന് പറഞ്ഞാൽ. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അവിടെ അർത്ഥം പറഞ്ഞത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം. ഇതിപ്പോ നിങ്ങളെ വക ചേർത്തി കൊടുക്കണം. അവിടെ ഉള്ളതോ അറിയപ്പെട്ടതും സാധാരണവുമായ കാരണം, അത് മുഖേനയും അത് മുഖേന അല്ലാതെയും. ഇതല്ലേ അവിടെ ഉള്ളത്. എന്നിട്ട് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടിയത്? ബാക്കി എന്റെ അധീന, ഈ സ്ഥലം എന്റെ അധീനത്തിലാണെന്ന് പറയില്ലേ, ആ സ്ഥലമൊക്കെ നിങ്ങൾക്ക് അധീനാക്കി തരാം. ഇത് എവിടുന്നാ കിട്ടി നിങ്ങൾ പറയും. അതാണ് ഇപ്പൊ പ്രയോഗം. എന്നിട്ട് ഫൽ അവൽ, ഒന്നാമത്തത് ഹുവൽ മുറാദു മിൻ ഖൗലിഹി അയ്യദക ബിനസ്രിഹി, തെളിവാണ്, ആയത്താണ്. ഇതിലെവിടെയാണ് ആയത്ത്? എന്തോ ഒരു ആയത്ത് ഓതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കായക്കൊടി പറഞ്ഞതുപോലെ മുദ്ഹാമത്താൻ എന്നിട്ട് ആയത്ത് തെളിവ് എന്ന് പറഞ്ഞ പോലെ അല്ലേ ഇത്?
ഇതിലെവിടെയാണ് നമ്മുടെ ചോദ്യം? എന്താണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം? ഇവിടെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകി. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അറിയപ്പെട്ടതും സാധാരണവുമായ കാരണങ്ങൾ മുഖേന നബി തങ്ങളെ സഹായിച്ചു. മറ്റൊന്ന്, അറിയപ്പെട്ടതും സാധാരണവുമായ കാരണങ്ങൾ മുഖേന അല്ലാതെ സഹായിച്ചു. ഇതിലെവിടെ ശിർക്ക് തൗഹീദ് കൂട്ടരെ? അതല്ലേ ചോദ്യം. ശിർക്ക് തൗഹീദല്ലേ ഇതിൽ നിങ്ങൾ കാണിച്ചു തരേണ്ടത്. ഇങ്ങോട്ട് ആയത്ത് പിടിച്ചോളി എന്നൊക്കെ പറയുമ്പോ വല്ലാത്ത സാധനം തന്നെ. ചോദിച്ചത് വസാനി ഹുവൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീന. കണ്ടോ ഈ നിർവചനം? ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇത് ആയത്തിൽ നിർവചനം പറഞ്ഞ് ഇതിലെവിടെ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം പറഞ്ഞ്? ഒരു ഇബാറത്ത് വായിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ പെടും. ഈ ഇബാറത്തിൽ നിങ്ങൾ പറഞ്ഞത് ഇല്ല സഹോദര. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം എന്നില്ല. ഇനി നമ്മൾ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചത്. ഇനി വേണമെങ്കിൽ തഫ്സീറു ഹാസിൻ നോക്ക്, ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. തഫ്സീറു ഹാസിനിൽ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി വാളിഹായിട്ട് പറയുന്നുണ്ട്. നോക്കുക. ഖുൽതു അത്ഈദു വന്നസ്റു മിനല്ലാഹി അസ്സ വജല്ല വഹ്ദ. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ത്? തഈദ്, ശക്തിപ്പെടുത്തൽ. സാധാരണ കഴിവ് സൃഷ്ടികളോടും അസാധാരണ അള്ളാഹിനോടും എന്നല്ല, രണ്ടും അള്ളാഹുവിൽ നിന്നാണ്. പക്ഷേ ലാകിന്നഹു യകൂനു ബി അസ്ബാബിൻ ബാത്തിനത്തിൻ. ആണോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അസ്ബാബിൻ ബാത്തിനത്തിൻ. കാരണം ഇല്ല എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നല്ല. ബി അസ്ബാബിൻ ബാത്തിനത്തിൻ, ആന്തരികമായ അതല്ലെങ്കിൽ പരോക്ഷമായ ഒരു കാരണം കൊണ്ട്, ഗൈരി മഅലൂമത്തിൻ, അറിയപ്പെടാത്ത ഒരു പരോക്ഷമായ കാരണം കൊണ്ടുള്ള സഹായവും. വബി അസ്ബാബിൻ ലാഹിറത്തിൻ മഅലൂമത്തിൻ, മഅലൂമായ ലാഹിറായ ഒരു വാസിത്വ മുഖേനയും. ഇതാണ് അതിൽ പറഞ്ഞത് എന്ന്. പിന്നെ ഫഅമ്മല്ലദീ യകൂനു ബിൽ അസ്ബാബിൽ ബാത്തിന ഫഹുവൽ മുറാദു ബിഖൗലിഹി ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി എന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് നിങ്ങൾക്ക് തെളിവ് പറയാൻ യാതൊരു വകുപ്പും ഈ ഇബാറത്തിൽ ഇല്ല. മനസ്സിലായോ? ആയത്ത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും എന്താ വരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇനി അടുത്തത്